ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 8 റിവ്യൂ ആണ്. സോ 2024 നിങ്ങളൊരു ഐഫോൺ 8 നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെർത്താണ്, അല്ലാതെ നിങ്ങളുടെ ക്യാഷ് വെറുതെ വേസ്റ്റ് ആവുമോ, ഇതിനൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഐഫോൺ 8 യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇനി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളൊരു വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു ഡിവൈസിനെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പിന്നെ നമ്മൾ ഡിസ്പ്ലേ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പിന്നെ ക്യാമറ, ബാറ്ററി ലൈഫ്, പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് പെർഫോമൻസ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓൾറെഡി സ്റ്റോപ്പാണ്, എന്നാലും നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് ആ ചിപ്സെറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഡിവൈസിൻ്റെ ഓവറോൾ ലുക്കും അതേപോലെ തന്നെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഗൈസ് നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡിസൈനൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിസ്പ്ലേ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസൽ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഏകദേശം 2017 സെപ്റ്റംബറിൽ ഇറങ്ങിയ ഫോണാണ്. ഇപ്പോഴും ഇതിൻ്റെ ബട്ടൺസും അതേപോലെ തന്നെ ഹാപ്റ്റിക് എഞ്ചിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കണ്ടീഷൻ ഫോണാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. അത്രയ്ക്കും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റി എന്നല്ല, അത്യാവശ്യം ഈ ഒരു ഇത്രയും ഏജ് ആയിട്ടും നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഫാർ ബെറ്ററാണ് ഈ ഒരു ഡിവൈസിൻ്റെ ക്വാളിറ്റി ആപ്പിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് ചാർജിങ്, ബാക്ക് ടാപ്പ് അങ്ങനെയുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ 8 ലഭിക്കും. നമ്മുടെ 7 നോക്കുകയെന്നുണ്ടെങ്കിൽ സെയിം ഡിസൈനോടുകൂടി വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നൊരു മോഡലാണ് 8 അതേപോലെ തന്നെ ട്രൂ ടോൺ ആദ്യമായിട്ട് വന്ന ഡിവൈസും 8 ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡിവൈസിന് ട്രൂ ടോൺ ഇല്ല, അത് KROG ഡിസ്പ്ലേ ആണ്. നമുക്ക് വേണമെങ്കിൽ അഡീഷണലി ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നേരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡിവൈസ് എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ട്രൂ ടോണും ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.5 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 10 to 15K കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ 8 ഡിസ്പ്ലേ. അതുകൂടാതെ തന്നെ നമുക്ക് 625 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അത്യാവശ്യം തിരക്കിടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് എൻജോയ് ചെയ്യാനും ഗെയിം കളിക്കാനൊക്കെ പറ്റിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ആ ഒരു പ്രൈസിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഐഫോൺ 8 ഞാൻ ഉദ്ദേശിച്ചത് 10 to 15K എന്നുള്ളത് GB അനുസരിച്ചിട്ട് വാരി ചെയ്തിരിക്കും. പിന്നെ ഗൈസ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന മറ്റൊരു ഏരിയയാണ് ക്യാമറ സെക്ഷൻ. അപ്പോൾ നമുക്ക് 8 വരുന്ന ക്യാമറ സെയിം 7 വന്ന അതേ ഡിസൈനിൽ തന്നെയാണ് 8 ഉള്ളത്. നമുക്കൊരു വൈഡ് ആംഗിളും പിന്നെ ഒരു ടെലിഫോട്ടോയാണുള്ളത്. ലൈറ്റിംഗ് ഉള്ള സമയത്ത് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫോട്ടോസും വീഡിയോസും ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 to 15K ഉള്ളിൽ വരുന്ന നല്ലൊരു ഐഫോൺ തന്നെയാണ് 8. പിന്നെന്താ വെച്ചാൽ നമുക്ക് 11 കിട്ടുന്ന പോലെ തന്നെ നൈറ്റ് മോഡും കാര്യങ്ങളൊന്നും 8 ഇല്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് കണ്ടീഷൻ കുറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാകും. ചെറുതായിട്ട് ഗ്ലാൻസും പിന്നെ ക്ലാരിറ്റിയിലുള്ള ചെറുതായിട്ടുള്ള ഡിഫറൻറ്റൊക്കെ വരും. അത് സ്വാഭാവികമാണ്. എല്ലാ ഐഫോണിലുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ക്യാമറ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ലോഞ്ച് ആവുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ലെൻസാണ് ആപ്പിൾ ആ സമയത്ത് ലോഞ്ച് ആവുന്ന ഫോണിന് കൊടുക്കാറുള്ളത്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും 8 ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മൾ ബാറ്ററി സെക്ഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ബാറ്ററി 2791 mAh ബാറ്ററിയാണ്. ഐഫോൺ എല്ലാ മോഡൽസിലും ഐഫോൺസിൽ കൊടുക്കുന്നത് ലിഥിയം അയൺ ബാറ്ററീസാണ്. അപ്പോൾ തന്നെ നമ്മൾ ബാറ്ററി ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഡിവൈസ് ചൂസ് ചെയ്യാൻ. 100% ബാറ്ററി ഹെൽത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2791 mAh ബാറ്ററി കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിനിമൽ യൂസ് ആണെങ്കിലുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ക്രോസ് ചെയ്ത് പോകാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഡേയ്സിൽ 2 ടൈം ഒക്കെ ചാർജ് ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു 90 to 95 ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസ് മാക്സിമം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു 3 to 4 ഹവറൊക്കെ സ്ക്രീൻ ഔട്ട് ടൈം കിട്ടും. അതല്ല, എസ്പെഷ്യലി 11 താഴേക്കുള്ള ഡിവൈസുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി നിങ്ങൾ എന്തായാലും മാക്സിമം 90 അല്ലെങ്കിൽ 100% ബാറ്ററി എടുക്കാൻ നോക്കുക. എന്തായാലും ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാറ്ററി ചേഞ്ച്ഡ് ആവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നിങ്ങൾ 100% ബാറ്ററി എടുത്തുള്ള ഡിവൈസ് തന്നെ നിങ്ങൾ എടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്സെറ്റാണ് ആപ്പിൾ ഇത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു 7 വർഷം ഏജായി എന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിപ്പ് തന്നെയാണ്. നമ്മൾ ഹെവി ടാസ്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം നോർമൽ രീതിയിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്പ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് iPhone 8 Plus യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുതന്നെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെയാണ്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്റ്റോപ്പ്ഡാണ്. നമുക്ക് മൈനറായിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളും ഇപ്പോൾ ലഭിക്കുക. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ്, അതായത് തീരെ ഇല്ല എന്നല്ല, ഈ ഒരു പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സാക്രിഫൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു iPhone 8 Plus തന്നെ എടുക്കാവുന്നതാണ്. അതായത് നമുക്ക് നല്ലൊരു 8 Plus നോക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു iPhone നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും 11 Proക്ക് മേൾക്ക് നോക്കേണ്ടി വരും. അതല്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു പ്രൈസായിട്ട് മറ്റു ഫോൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone 8 Plus തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.